അദ്ധ്യായം 7. വിസ്മയാവഹമായ അവതാരം. സായി ബാബയുടെ സ്വഭാവം, യോഗസാധനകൾ, സർവവ്യാപിത്വം, കുഷ്ഠരോഗി ഭക്തൻ്റെ സേവനങ്ങൾ, കബർദിയുടെ മകൻ്റെ പ്ലാഗ്, പന്തർപൂർ യാത്ര. വിസ്മയാവഹമായ അവതാരം. സായി ബാബയ്ക്ക് എല്ലാ യോഗസാധനകളും അറിയാമായിരുന്നു. 6 സമ്പ്രദായങ്ങളും ബാബയ്ക്ക് അറിയാമായിരുന്നു. അതിൽ ദൗതി 22.5 അടി നീളം, 3 ഇഞ്ച് വീതിയുള്ള തുണി നനച്ച് വിഴുങ്ങി വയറ് ശുദ്ധിയാക്കൽ, ഖണ്ഡയോഗം, അവയവങ്ങൾ വേർപ്പെടുത്തി യോജിപ്പിക്കൽ, സമാധി മുതലായവയും ബാബയ്ക്ക് നല്ല വശമായിരുന്നു. ബാബ ഹിന്ദുവാണെന്ന് നിങ്ങൾ ധരിച്ചാൽ കാഴ്ചയിൽ ഒരു മുസ്ലിമിനെ പോലെ തോന്നും. മുസ്ലിമാണെന്ന് ധരിച്ചാൽ കാഴ്ചയിൽ ഒരു ഭക്തനായ ഹിന്ദുവിനെ പോലെ തോന്നും. യാതൊരാൾക്കും ബാബ ഹിന്ദുവോ മുസ്ലിമോ എന്നറിയില്ല. രാമനവമി ഉത്സവവും ചന്ദന എഴുന്നള്ളിപ്പും ബാബ ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു. ഈ ഉത്സവത്തിന് ഗുസ്തി മത്സരം നടത്തി സമ്മാനങ്ങൾ കൊടുത്തു. ഗോകുലാഷ്ടമിക്ക് ഗോപാലകല എന്ന അടിയന്തരം നടത്തും. ഈ അവസരത്തിൽ മുസ്ലിങ്ങളെ കൊണ്ട് മസ്ജിദിൽ ഖുറാൻ ചൊല്ലിക്കും. ഒരു മുഹറത്തിന് മസ്ജിദിൽ മുസ്ലിങ്ങൾ ഒരു തബൂത്ത് ഉണ്ടാക്കി കുറച്ച് ദിവസം അവിടെ വെച്ച് എഴുന്നള്ളിപ്പായി കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. സായിബാബ അനുവദിക്കുകയും താബൂത്ത് 4 ദിവസം വെച്ച് 5-ാം ദിവസം എഴുന്നള്ളിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. ബാബ മുസ്ലിമാണെന്ന് വാദിച്ചാൽ കാത് കുത്തിയിട്ടുണ്ട്. ഹിന്ദുവാണെന്ന് വാദിച്ചാൽ സുന്നത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് ബാബ പറയും. നാനാ സാഹേബ് ചന്ദോർക്കർ സൂക്ഷിച്ച് പരിശോധിച്ചതിൽ ബാബ സുന്നത്ത് കഴിച്ചിട്ടില്ല. ബാബ ഹിന്ദുവാണെന്ന് വാദിച്ചാൽ താമസം എപ്പോഴും പള്ളിയിലാണ്. മുഹമ്മദനെന്ന് വാദിച്ചാൽ എപ്പോഴും കെടാത്ത അഗ്നി സൂക്ഷിക്കുന്നു. മുഹമ്മദ് മതത്തിന് വിരുദ്ധമായി തിരിക്കൽ കൊണ്ട് ധാന്യം പൊടിക്കും, മണിയടിച്ച് ശംഖ് വിളിക്കും, അഗ്നിയിൽ ഹോമിക്കും, ഭജന പാടും, അന്നദാനം, ബാബയുടെ പാദത്തിന് അർഘ്യപൂജ ഇതെല്ലാം അനുവദിച്ചിരുന്നു. മുഹമ്മദനെന്ന് ധരിച്ചാൽ ഉത്തമ ബ്രാഹ്മണരും അഗ്നിഹോത്രികളും അവരുടെ യാഥാസ്ഥികത്വം മറന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കും. ബാബയുടെ സ്വദേശത്തെപ്പറ്റി അന്വേഷിക്കാൻ പോയാൽ ദർശനമാത്രയിൽ തന്നെ നിശബ്ദനായി പോവും. ഒരാൾക്കും സായി ബാബ ഹിന്ദുവോ മുസ്ലിമോ എന്ന് തീർത്ത് പറയാനാവില്ല. സായിബാബയുടെ അടുത്ത ഭക്തനായ മഹൽസ്പതി എന്നും ബാബയോടൊപ്പം മസ്ജിദിലും ചാവടിയിലും കിടക്കലുള്ള ആളാണ്. അയാളോടൊരിക്കൽ സായിബാബ പത്രിയിലെ ഒരു ബ്രാഹ്മണനാണ് താനെന്നും കുട്ടിക്കാലത്ത് ഒരു ഫക്കീറിന് തന്നെ കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രിയിൽ നിന്നും ചില ഭക്തന്മാർ അവിടെ വന്നതായും അവരോട് ബാബ അവിടുത്തുകാരായ ചിലരെപ്പറ്റി അന്വേഷിച്ചതായും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ യാതൊരു അതിശയവുമില്ല. യാതൊരുത്തൻ തൻ്റെ മുഴുവൻ ദൈവത്തിങ്കൽ അർപ്പിച്ച് അഹംഭാവവും ശരീരചിന്തയും ഉപേക്ഷിച്ചിരിക്കുന്നുവോ അവർക്ക് ജാതിയും മതവും ഇല്ലല്ലോ. സായി ബാബ പോലുള്ള ഒരു മഹാത്മാവിന് ജാതിയും ഒരു ജീവിയും മറ്റൊരു ജീവിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ബാബ ഫക്കീർമാരൊന്നിച്ച് മത്സ്യമാംസങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. അതേസമയം ഭക്ഷണത്തിൽ നിന്ന് നായ തിന്നാൽ പോലും യാതൊരു വിഷമവും കാണിക്കുകയുമില്ലായിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേകതരം വിസ്മയാവഹമായ ഒരവതാരമായിരുന്നു സായി ബാബ. എൻ്റെ പൂർവജന്മ സുഹൃതത്താൽ ആ പാവന പാദങ്ങൾക്കരികിലിരുന്ന് അവിടുത്തെ സംസർഗം ലഭിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവിടുന്ന് കിട്ടിയ ആനന്ദത്തിലും സംതൃപ്തിക്കും അതിരില്ല. സായി ബാബ പരിശുദ്ധാനന്ദവും വിജ്ഞാനവുമാണ്. എനിക്ക് ബാബയുടെ മഹാത്മ്യത്തെപ്പറ്റിയും മഹത്വത്തെയും വേണ്ട പോലെ വിവരിക്കാൻ കഴിയുന്നില്ല. ബാബയുടെ പാദത്തിങ്കൽ ആനന്ദം കണ്ടെത്തുന്നവനെ ബാബ താതാത്മികത്വം വരുത്തുന്നു. മോക്ഷേച്ഛുക്കളായ അനവധി സന്യാസിമാരും സാധകന്മാരും സായിബാബയെ ശരണം പ്രാപിച്ചിരുന്നു. ബാബ അവരുമായി നടക്കുകയും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുമെങ്കിലും സദാ നാവുകൊണ്ട് അള്ളാ മാലിക് എന്ന് പറയുമായിരുന്നു. ബാബ ചർച്ചകളും വാഗ്വാദങ്ങളും ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചിലപ്പോൾ കോപിച്ചിരുന്നെങ്കിലും ബാബ എല്ലായ്പ്പോഴും ശാന്തനും സമചിത്തനുമായിരുന്നു. എപ്പോഴും വേദാന്തത്തിൻ്റെ സന്ദേശം പകർന്നുകൊടുത്ത സായി ബാബ ആരായിരുന്നുവെന്ന് അവസാനം വരെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. രാജാക്കന്മാരെയും ദരിദ്രന്മാരെയും
ബാബ ഒരുപോലെ കണ്ടു. എല്ലാവരുടെയും അന്തർരഹസ്യം അറിയാവുന്ന ബാബ അത് പറയുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടമായിരുന്നു ബാബയെങ്കിലും അജ്ഞാനിയെപ്പോലെ നടിക്കുമായിരുന്നു. ബഹുമതികളെ ബാബ വെറുത്തിരുന്നു. ഇതായിരുന്നു സായി ബാബയുടെ സ്വഭാവം. മനുഷ്യ ശരീരിയാണെങ്കിലും പ്രവൃത്തി കൊണ്ട് ദേവനാണെന്ന് തെളിയിച്ചു. എല്ലാവരും ബാബയെ പരമാത്മാവ് ഷിർദിയിൽ അധിവസിക്കുന്നതായി കരുതിപ്പോന്നു. സായി ബാബയുടെ സ്വഭാവം. വിഡ്ഢിയായി എനിക്ക് ബാബയുടെ ലീലകൾ വർണ്ണിക്കാൻ എങ്ങനെ കഴിയും? ഷിർദിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും ബാബ പുതുക്കി പണിയിച്ചു. താത്യ പട്ടേൽ മുഖാന്തരം ഗ്രാമത്തിലുള്ള ശനി, ഗണപതി, ശങ്കർ പാർവതി, ഗ്രാമദേവത, മാരുതി എന്നീ ക്ഷേത്രങ്ങൾ നന്നാക്കിച്ചു. ബാബയുടെ ധർമ്മം കൊടുക്കലും ശ്രദ്ധേയമായിരുന്നു. ദക്ഷിണയായി വാങ്ങുന്ന പണം മുഴുവനും വീതിച്ചു കൊടുക്കലായിരുന്നു. ചിലർക്ക് 20 കായും, ചിലർക്ക് 15 കായും, ചിലർക്ക് 50 കായും വീതം ദിവസവും കൊടുക്കുമായിരുന്നു. ആ പണം കിട്ടുന്നവർ ഇത് പരിശുദ്ധ ധർമ്മമായി കരുതുകയും ബാബ ആ പണം നല്ല കാര്യത്തിന് വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതായി അവരെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു. ബാബ ദർശനം കൊണ്ട് ജനങ്ങൾക്ക് വളരെ നേട്ടങ്ങളുണ്ടായി. പലർക്കും ആരോഗ്യം വീണ്ടുകിട്ടി. കുടിലന്മാർ നല്ലവരായി. കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചു. പലരുടെയും ആഗ്രഹം സാധിച്ചു. നീരോ മരുന്നോ ഒഴിക്കാതെ പല കുരുടർക്കും കാഴ്ച തിരിച്ചു കിട്ടി. നൊണ്ടികൾക്ക് സുഖമായി നടക്കാൻ സാധിച്ചു. ആ മഹാത്മാവിൻ്റെ മാഹാത്മ്യം ആർക്കും അളക്കാൻ കഴിഞ്ഞില്ല. ബാബയുടെ ഖ്യാതി വിദൂര ദേശങ്ങളിൽ പോലും പരന്ന് തീർത്ഥാടകർ നാനാ രാജ്യത്തു നിന്നും വന്നു തുടങ്ങി. ബാബ ധുനിക്കടുത്ത് വിശ്രമിച്ചുകൊണ്ടിരുന്നു. ധ്യാനനിരതനാവുമായിരുന്നു. ചിലപ്പോൾ കുളിക്കില്ല. ബാബ തലയിൽ വൃത്തിയുള്ള ഒരു വെളുത്ത തുണിക്കെട്ടും ഒരു ധോത്തി ധരിക്കും, ഒരു ഷർട്ടും ധരിക്കുമായിരുന്നു. ഇതായിരുന്നു ആദ്യകാലത്തെ വേഷം. ആദ്യം രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുമായിരുന്നു. അങ്ങനെ പരാജയമറിയാതെ ഒരു വലിയ വൈദ്യനെന്ന ഖ്യാതി പരന്നു. ഒരു പ്രത്യേക സംഭവം പറയാം. ഒരു ഭക്തന്റെ കണ്ണ് ചുവന്ന് വീർത്തിരുന്നു. ഷിർദിയിൽ ഒരു ഡോക്ടറെയും കാണിക്കാൻ കഴിഞ്ഞില്ല. മറ്റു ഭക്തന്മാർ അയാളെ ബാബയുടെ അടുക്കൽ കൊണ്ടുപോയി. മറ്റു ഡോക്ടർമാർ ഓയിൻമെന്റ്, അഞ്ജനം, മുലപ്പാൽ, കർപ്പൂരം ചേർത്ത മരുന്ന് മുതലായവ ഉപയോഗിക്കാൻ പറയുന്ന സ്ഥാനത്ത് ബാബയുടെ ചികിത്സ പ്രത്യേക തരത്തിലായിരുന്നു. ബാബ ബീബാ കുരു, ചേരിൻ കുരു പൊടിച്ച് 2 ഉരുളയാക്കി ഓരോ കണ്ണിലും വെച്ച് കെട്ടി. പിറ്റേന്ന് കെട്ടഴിച്ച് വെള്ളം കൊണ്ട് മുറിയാതെ ധാര ചെയ്തു. എല്ലാ വീർപ്പും ശമിച്ച് കണ്ണ് ചുവപ്പ് നിറം വിട്ട് സുഖപ്പെട്ടിരുന്നു. കണ്ണിന് ചേരിൻ കുരു യാതൊരു ദോഷവും ചെയ്തില്ല. പല സംഭവങ്ങളിൽ ഒന്ന് മാത്രം ഉദാഹരണത്തിന് പറഞ്ഞതാണിത്. ബാബയുടെ യോഗ സാധനകൾ. ബാബയ്ക്ക് എല്ലാ യോഗാസനങ്ങളും അറിയാമായിരുന്നു. 2 സംഭവങ്ങൾ ഇവിടെ പറയാം. ഒന്ന്, ദൗത്തി അഥവാ ശുദ്ധിയാക്കുന്ന വിധം. ബാബ മസ്ജിദിൽ നിന്ന് 3 ദിവസത്തിലൊരിക്കൽ ഒരു അരയാലിനടുത്തുള്ള കിണറ്റിൻകരയിൽ പോയി വായി കഴുകി കുളിക്കുമായിരുന്നു. ഒരിക്കൽ കുടലുകളെല്ലാം ഛർദ്ദിച്ച് അകവും പുറവും കഴുകി വൃത്തിയാക്കി ഒരു ജാമ്പ മരത്തിന്മേൽ ഉണക്കാനിട്ടു. ഇത് കണ്ട പലരും ഷിർദിയിൽ ഇപ്പോഴുമുണ്ട്. അവർ ഇത് നടന്നതാണെന്ന് പറയുകയും ചെയ്യും. സാധാരണ ദൗത്തി 22.5 അടി നീളം 3 ഇഞ്ച് വീതിയിലുള്ള തുണി നനച്ച് വിഴുങ്ങി അരമണിക്കൂർ വയറ്റിൽ നിർത്തി പുറത്തെടുക്കലാണ്. ബാബയുടെ ദൗത്തി പ്രത്യേക തരത്തിലുള്ളതാണ്. 2. ഖണ്ഡയോഗം. ഈ വിധിയിൽ ബാബ അവയവങ്ങൾ ഓരോന്നും ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് മസ്ജിദിന്റെ ഓരോ ഭാഗത്ത് വെച്ചു. ഒരിക്കൽ ഒരു മാന്യൻ മസ്ജിദിൽ പോയപ്പോൾ ബാബയുടെ അവയവങ്ങൾ ഓരോന്നും ഓരോ ഭാഗത്ത് കിടക്കുന്നതായി കണ്ട് അയാൾ പേടിച്ച് ഗ്രാമത്തിൽ പോയി ബാബയെ ആരോ വെട്ടിനുറുക്കി വധിച്ചു എന്ന് വിവരം പറയാൻ ഉദ്ദേശിച്ചു. പിന്നീട് അയാൾക്ക് വല്ല കുഴപ്പവും വന്നെങ്കിലോ എന്ന് ഭയന്ന് മിണ്ടാതിരുന്നു. പിറ്റേ ദിവസം അയാൾ മസ്ജിദിൽ പോയപ്പോൾ ബാബയെ എല്ലാ അവയവങ്ങളോടും കൂടി ആരോഗ്യവാനായിരിക്കുന്നത് കണ്ടു. തലേന്ന് കണ്ടത് ഒരു സ്വപ്നമായിരിക്കുമെന്ന് അയാൾ വിചാരിച്ചു പോയി. ബാബ കുട്ടിക്കാലം മുതൽക്കേ യോഗാഭ്യാസം നടത്തിയിരുന്നു. ആർക്കും ബാബയിലുള്ള ജ്ഞാനത്തെപ്പറ്റി അറിഞ്ഞുകൂടാ. ബാബയുടെ ചികിത്സയ്ക്ക് യാതൊരു പ്രതിഫലവും വേണ്ടായിരുന്നു. അനവധി രോഗബാധിതരായി കഷ്ടപ്പെടുന്നവർക്ക് ബാബ ആരോഗ്യം വീണ്ടുകൊടുത്തു. ഈ ഡോക്ടർക്ക് മറ്റുള്ളവരുടെ സുഖത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതിൽ
ബാബ അസഹ്യമായ പല വേദനകളും യാതനകളും അനുഭവിക്കുകയും ചെയ്തിരുന്നു. ഒരു ഉദാഹരണം താഴെ പറയാം. അതിൽ സായി ബാബയുടെ സർവവ്യാപിത്വവും കരുണയും വ്യക്തമാകും. ബാബയുടെ സർവവ്യാപിത്വവും കരുണയും. 1910 ആണ്ടിൽ ദീപാവലി ദിവസം ബാബയുടെ അഗ്നിയായ ധുനിക്ക് മുന്നിൽ ബാബ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബ ധുനിയിൽ വിറകിട്ട് തീ നന്നായി കത്തിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബ വിറകിടുന്നതിന് പകരം സ്വന്തം കയ്യെ തീയിലിട്ട് എന്തോ എടുക്കുന്ന പോലെ കാണിച്ചു. കൈ മുഴുവൻ വല്ലാതെ പൊള്ളിക്കഴിഞ്ഞിരുന്നു. ഇത് സേവകൻ മാധവനും മാധവറാവ് ദേശ്പാണ്ഡെയും കാണുന്നുണ്ടായിരുന്നു. മാധവറാവു ബാബയുടെ അരക്കെട്ടിൽ പിടിച്ച് പിന്നോട്ട് ആഞ്ഞു വലിച്ച്, ദേവ, എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. ബാബയ്ക്ക് പരിസരബോധം വന്ന് ഇങ്ങനെ പറഞ്ഞു. ദൂരപ്രദേശത്ത് ഒരിരുമ്പ് പണിക്കാരൻ്റെ ഭാര്യ ഉലയിൽ തീയരിക്കുന്നുണ്ടായിരുന്നു. അവളെ ഭർത്താവ് വിളിച്ചു. കുട്ടി അവളെ പിടിച്ച് നിൽക്കുന്നതോർക്കാതെ അവരോടിയപ്പോൾ കുട്ടി ഉലയിൽ വീണുപോയി. ഞാൻ ഉടനെ ഉലയിൽ കൈയിട്ട് കുട്ടിയെ രക്ഷിച്ചു. എൻ്റെ കൈ പൊള്ളിയാൽ പോകട്ടെ, കുട്ടിയെ രക്ഷിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. കുഷ്ഠരോഗി ഭക്തൻ്റെ സേവനം. മാധവറാവു ദേശ്പാണ്ഡെയിൽ നിന്ന് ബാബയുടെ കൈ പൊള്ളിയ വിവരമറിഞ്ഞ് നാനാ സാഹേബ് ചന്ദോർക്കർ ബോംബെയിൽ നിന്നും എല്ലാ മരുന്നുകളുമായി ഡോക്ടർ പരമാനന്ദിനെയും കൂട്ടിവന്ന് ഡോക്ടറെ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന് ബാബയോട് അപേക്ഷിച്ചു. ബാബ അത് നിരസിച്ചു. പൊള്ളിയതു മുതൽ ബാബയുടെ കൈയെ കുഷ്ഠരോഗി ഭക്തനായ ബാഗോജി ഷിൻഡെയാണ് കെട്ടിയിരുന്നത്. ആ ചികിത്സ പൊള്ളിയ ഭാഗം നെയ് പുരട്ടി തലോടി ഒരില മേലെ വെച്ച് പട്ടീസ് കൊണ്ട് മുറുക്കിക്കെട്ടലാണ്. ഇത് വേഗം മാറാനായി നാനാ സാഹേബ് ചന്ദോർക്കർ ബാബയോട് പട്ടീസ് അഴിച്ച് ഡോക്ടർ പരിശോധിച്ച് ചികിത്സിക്കുവാനായി പല തവണ കെഞ്ചി അപേക്ഷിച്ചു. ബാബ സമ്മതിക്കാതെ അള്ളയാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് ഒരിക്കലും കൈ പരിശോധിക്കുവാൻ അവസരം കൊടുത്തില്ല. ഡോക്ടർ പരമാനന്ദിൻ്റെ മരുന്ന് ഷിർദിയിലെ വായുസ്പർശം പോലും തുറക്കാത്ത കാരണം ഏറ്റില്ല. പക്ഷേ ഡോക്ടർക്ക് ബാബയെ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ബാഗോജിയുടെ ചികിത്സ ദിവസവും നടന്നു. കുറച്ച് ദിവസത്തിനകം പൊള്ളലുണങ്ങി എല്ലാവരും സന്തുഷ്ടരായി. വല്ല വേദനയും പിന്നെ ഉണ്ടായിരുന്നുവോ എന്നാർക്കും അറിഞ്ഞുകൂടാ. എല്ലാ രാവിലെയും ബാഗോജി പട്ടീസ് അഴിച്ച് നെയ്ക്കൂട്ടി തലോടി പട്ടീസ് മുറുക്കിക്കെട്ടൽ തുടർന്നു. ഇത് സായി ബാബയുടെ സമാധി വരെ മുടങ്ങാതെ നടന്നു. പരമസിദ്ധനായ സായി ബാബയ്ക്ക് ഈ ചികിത്സ വേണ്ടിയിരുന്നില്ലെങ്കിലും തൻ്റെ ഭക്തൻ്റെ ഉപാസന മുടങ്ങാതെ നടക്കാൻ ബാഗോജിയുടെ സേവനം അനുകമ്പ കൊണ്ട് മാത്രം നിത്യവും സ്വീകരിക്കുകയായിരുന്നു. ബാബ ലെൻഡി തോട്ടത്തിലേക്ക് പോകുമ്പോൾ ബാഗോജി ബാബയ്ക്ക് കുട പിടിച്ച് കൂടെ പുറപ്പെടുമായിരുന്നു. എല്ലാ രാവിലെയും സായി ബാബ ധുനിക്കടുത്ത് തുണി നടുക്കൽ ഇരിക്കുമ്പോൾ ബാഗോജി ഹാജരായി സേവനം നടത്തി വന്നു. ബാഗോജി കഴിഞ്ഞ ജന്മം ഒരു പാപിയായിരുന്നു. അതുകാരണം കുഷ്ഠം പിടിച്ച് വിരൽ മുരടിച്ച് ദേഹം മുഴുവൻ ചലം നിറഞ്ഞ് നാറുന്നുണ്ടായിരുന്നു. പുറമേക്ക് നിർഭാഗ്യവാനായി കാണുമെങ്കിലും ആന്തരികമായി അയാൾ ഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു. കാരണം ബാഗോജി ബാബയുടെ പ്രധാന സേവകനും ബാബയുടെ സാമീപ്യത്തിൻ്റെ ഫലം നേടിയ ആളുമായിരുന്നു. ഖബർദയുടെ മകൻ്റെ പ്ലാഗ്. ബാബയുടെ ലീലയുടെ മറ്റൊരു ഉദാഹരണം പറയാം. അമരാവതിയിലെ ദാദാസാഹേബ് ഖബർദയുടെ ഭാര്യയും മകനും കൂടി ഷിർദിയിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ചു. മകന് പനി വന്ന് അത് പ്ലേഗായി മാറി. അമ്മയ്ക്ക് പേടിയായി. അമരാവതിക്ക് തിരിച്ചു പോവാമെന്ന് കരുതി ബാബയെ കാണാൻ പുറപ്പെട്ടപ്പോൾ ബാബ വാടയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ തൻ്റെ മകൻ പ്ലാഗ് പിടിപെട്ട് കിടക്കുകയാണെന്ന് ബാബയോട് പറഞ്ഞു. ബാബ പറഞ്ഞു, സാരമില്ല, ആകാശം കാറ് നിറഞ്ഞ് കാണുമെങ്കിലും ഉടനെ നിർമ്മലമാവും, എല്ലാം ശരിയാവും. ഇതും പറഞ്ഞ് ബാബയുടെ കഫ്നി അരവരെ പൊക്കി അവിടെയുള്ള എല്ലാവർക്കും കാണിച്ചു. അപ്പോൾ ബാബയുടെ ദേഹത്തിൽ കോഴിമുട്ട വലുപ്പത്തിൽ പൂർണ്ണമായി വളർന്ന 4 പ്ലേഗ് കുരുക്കൾ ഉണ്ടായത് എല്ലാവരും കണ്ടു. നോക്കിൻ, എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി എനിക്കെന്തെല്ലാം സഹിക്കണം, അവരുടെ ദുഃഖം എൻ്റെ ദുഃഖമാണെന്നും പറഞ്ഞു. ഇത് കണ്ട് ഋഷിമാർ ഭക്തന്മാർക്ക് വേണ്ടി സഹിക്കുന്ന
കഷ്ടപ്പാടിനെപ്പറ്റി കാണികൾക്ക് ബോധ്യം വന്നു. ഋഷിമാരുടെ മനസ്സ് ആർദ്രവും വെണ്ണയേക്കാൾ മൃദുലവുമാണ്. അവർ ലാഭേച്ഛ കൂടാതെ ഭക്തന്മാരെ സ്നേഹിച്ച് അവർ ബന്ധുക്കളാണെന്ന് കരുതുന്നു. പന്തർപൂർ യാത്രയും താമസവും. സായി ബാബ എപ്രകാരം ഭക്തന്മാരെ പ്രേമിച്ചെന്നും അവരുടെ ആഗ്രഹങ്ങളും ചലനങ്ങളും എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കിയെന്നും വിവരിച്ച് ഞാൻ ഈ അധ്യായം അവസാനിപ്പിക്കാം. ബാബയുടെ വലിയ ഭക്തനായ നാനാ സാഹേബ് ചന്ദോർക്കർ ഖണ്ഡേഷിലെ നന്ദർബാറിൽ മാമലദാറായിരുന്നു. അയാൾക്ക് പന്തർപൂരിലേക്ക് സ്ഥലമാറ്റം കിട്ടി. അദ്ദേഹത്തിൻ്റെ സായിബാബ ഭക്തി അങ്ങനെ ഭൂമിയിലെ സ്വർഗമായ പന്തർപൂരിൽ താമസിക്കാൻ സാധ്യമായതിനാൽ ഫലവത്തായി. ഉടനെ ചാർജ് എടുക്കേണ്ടതുള്ളതിനാൽ ഷിർദിയിൽ ആർക്കും എഴുതാതെ പെട്ടെന്ന് പുറപ്പെട്ടു. അദ്ദേഹത്തിന് തൻ്റെ പന്തർപൂരായ ഷിർദിയിൽ ആരെയും മുൻകൂട്ടി അറിയിക്കാതെ വന്ന് തൻ്റെ വിറ്റോബയായ ബാബയെ ദർശിക്കണമെന്നും എന്നിട്ട് പന്തർപൂർക്ക് പോകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ആർക്കും അദ്ദേഹത്തിൻ്റെ ആഗമന വിവരം അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന ബാബ അത് മനസ്സിലാക്കിയിരുന്നു. നാനാ സാഹേബ് ഷിർദിയിൽ നിന്ന് ഏതാനും നാഴിക അകലെയുള്ള നിമഗാവോണിലിറങ്ങിയപ്പോൾ ഷിർദിയിൽ മസ്ജിദിൽ ചില ചലനങ്ങളുണ്ടായി. ബാബ മഹൽസാപതിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പാഷിൻ്റെ കാഷീറാം എന്നിവരുമുണ്ടായിരുന്നു. ബാബ പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് 4 പേർക്കും ഭജന പാടാം. പന്തരിയുടെ നട തുറന്നിരിക്കുന്നു, നമുക്ക് ആനന്ദത്തോടെ പാടാം. അവർ പാടി. പാട്ടിൻ്റെ അർത്ഥം പന്തർപൂരിൽ പോകണം, എനിക്കവിടെ താമസിക്കണം, അതെൻ്റെ പ്രഭുവിൻ്റെ ആസ്ഥാനമാണ് എന്നായിരുന്നു. ബാബ പാടും, മറ്റവരേറ്റുപാടും. കുറച്ച് സമയത്തിനുള്ളിൽ നാനാ സാഹിബും കുടുംബവും വന്നെത്തി. നമസ്കരിച്ച് ബാബയോട് അവരോടൊപ്പം പന്തർപൂരിൽ വന്ന് താമസിക്കാൻ അപേക്ഷിച്ചു. ഈ ക്ഷണനം ആവശ്യമില്ലായിരുന്നു, കാരണം കൂടെ പാടിയിരുന്നു. ഭക്തന്മാർ പറഞ്ഞു, ബാബ പന്തർപൂരിലേക്ക് പോവാൻ താൽപ്പര്യം കാണിച്ചിരിക്കുകയാണെന്ന്. ഉടനെ നാനാ സാഹേബ് മനസ്സലിഞ്ഞ് ബാബയുടെ കാൽക്കൽ വീണു. പിന്നെ ബാബയുടെ അനുവാദവും ബുദ്ധിയും അനുഗ്രഹവും വാങ്ങി നാനാ സാഹേബ് പന്തർപൂർക്ക് യാത്രയായി. ബാബയുടെ കഥകൾക്ക് അവസാനമില്ല. ഞാനിവിടെ തൽക്കാലം നിർത്തട്ടെ. അടുത്ത അധ്യായത്തിൽ മറ്റു വിഷയങ്ങൾ പറയാനുണ്ട്. മനുഷ്യജന്മത്തിൻ്റെ പ്രാധാന്യം, ബാബയുടെ ഭിക്ഷയെടുത്ത ജീവിതം, ബായാജബായിയുടെ സേവനം മുതലായ കഥകൾ. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.